ഗുരുവായൂർ നഗരമധ്യത്തിലെ തോട്ടിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നത് ദുരിതമായി മാറുന്നു. മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും നടപടിയെടുക്കാത്ത നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഒരു കാലത്ത് ശുദ്ധജലം ഒഴുകിപ്പോയിരുന്ന വലിയ തോട്ടിലൂടെ ഇന്നൊഴുകുന്നത് മലിനജലമാണ്. കറുപ്പു നിറമുള്ള ഈ വെള്ളത്തിന് രൂക്ഷഗന്ധമാണ്. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണിതെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രിയിലാണ് സ്ഥാപനങ്ങൾ മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പല സ്ഥാപനങ്ങളും പരസ്യമായി തന്നെ മാലിന്യം ഒഴുക്കുന്നുണ്ട്. ഇതിനെതിരെ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരോട് നിരന്തരം പരാതി പറയാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മമ്മിയൂർ ഭാഗത്ത് ഓടയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സഹായിക്കുന്നില്ല. രാത്രിയിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പത്ത് ജനങ്ങൾ മൂക്കും പൊട്ടിക്കൊണ്ടാണ് ഇതിലെ പോകുന്നത്. ഇതിനൊരു പരിഹാരം കാണണം. ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിപ്പോവുകയല്ലാതെ നടപടിയെടുക്കുന്നില്ലെന്നാണ് കൗൺസിലർ രേണുക ശങ്കർ പറയുന്നത്. ഈ വലിയ തോടിന്റെ ശോചനീയമായ അവസ്ഥ പല പ്രാവശ്യം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നമുക്ക് അതിന് തക്കതായ ഒരു പരിഹാരം ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ദുർഗന്ധം കാരണം ഈ വഴി മൂക്കുപൊത്തി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കടകളിലേക്ക് ആൾക്കാർ വരാത്ത അവസ്ഥയും ഇതിന്റെ പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന താമസ സ്ഥലങ്ങളിൽ ആൾക്കാര് താമസിക്കാൻ മടിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ റൂമുകൾ എടുത്തതിന് ശേഷം ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം ഇവിടുന്ന് വിട്ടുപോകുന്ന അവസ്ഥയും കൂടി ഉള്ളപ്പോ നിരന്തരമായ പരാതി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരമായിട്ടില്ല. മഴക്കാലത്തിന് മുന്നോടിയായി നഗരസഭ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടത്തിയിട്ടില്ലെന്നും കൗൺസിലർ പറഞ്ഞു. ദുർഗന്ധം പേറേണ്ടതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കും ആളുകൾ വരാൻ മടിക്കുകയാണെന്നാണ് മേഖലയിലെ സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നത്. ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ഗുരുവായൂർ.